of limit and continuity of functions of two variables. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ആണ്. അപ്പോൾ രണ്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അവിടെ എഴുതിയിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതൊരു ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള യൂണിക് വാല്യൂയിലേക്ക് അതിനെ മാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നു. ആ റൂളാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ എഫ് എന്നുള്ള റൂളിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസിന് എക്സാമ്പിളാണ്. ഇനി എക്സ് വൈ ഇസഡ്, അത് എക്സ് വൈ ആക്സിസിലെ കാര്യമാണ് നമ്മൾ ടു വേരിയബിൾസിൻ്റെ കേസിൽ പറഞ്ഞത്. അപ്പോൾ എക്സ് വൈ ഇസഡ് ആക്സിസുകളുടെ കാര്യം പറയുമ്പോൾ ത്രീ വേരിയബിൾസിലുള്ള ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എക്സ് വൈ ഇസഡ് ടേംസും കൂടെ വരും. അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ ഇതിൻ്റെ എക്സ് വൈ ഇസഡ്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിളിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചതാണെന്ന് പറഞ്ഞു. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി റിലേറ്റീവ് ടു ദ അതർ ക്വാണ്ടിറ്റി. അതായത് ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ആ ചേഞ്ച്, ആ റേറ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ആ റേറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്കിതിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സ് എന്നുള്ള ആ വേരിയബിള് എ എന്നുള്ള വാല്യൂലേക്ക് ടെൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടെൻഡ് ചെയ്യുന്ന വാല്യൂ എൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആ എൽ എന്നുള്ളതാണ് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയാം. അതായത് ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ ആയിരിക്കും. അപ്പോൾ ആ എൽ എന്നുള്ള വാല്യൂ ആണ് ലിമിറ്റ്. അത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവുന്ന കേസിലാണ് ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് രണ്ടും ഈക്വൽ ആയിരിക്കണം. രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് ഇട്ടുവാണെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ലിമിറ്റ് എക്സ് ടെൻ ടു സം എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണെങ്കിലോ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് ആണ് അവിടുത്തെ ലിമിറ്റിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുവാണെങ്കിൽ ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ആസ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ടെൻ ടു എൽ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയിരിക്കും. അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടു വേരിയബിൾസിൻ്റെ കേസ് ആണെങ്കിലോ ഓർഡർഡ് പെയർ എക്സ് കോമ വൈ ടെൻ ടു ഓർഡർഡ് പെയർ എ കോമ ബി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം വാല്യൂ ആയിരിക്കണം, എൽ ആയിരിക്കണം. എല്ലോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു ടു എക്സ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. എക്സ് ടുവോട് അടുക്കും തോറും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസിയാണ്. എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 2 എക്സ് പ്ലസ് ത്രീ ബൈ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 2 കൊടുക്കുക. 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 എന്നാണ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിൻ്റെ പ്ലേസിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് സിംഗിൾ വേരിയബിളാണ്. ഡബിൾ വേരിയബിളായിട്ട് വന്നാലും മൾട്ടി വേരിയബിളായിട്ട് വന്നാലും ഇതുപോലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു 3 5x റൈസ് ടു 4 മൈനസ് 6x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻ ടു 3 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻ ടു 3 5x റൈസ് ടു 4 മൈനസ് 6x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 3 കൊടുക്കുക. 3 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 3 റേസ് ടു 4 മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 മൈനസ് 1 വരും. അത് സോൾവ് ചെയ്താൽ വാല്യൂ കിട്ടുന്നത് 353 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലിമിറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3x മൈനസ് 10. അതാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അതിൻ്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻ ടു 2 ആണ് പറഞ്ഞേക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻ ടു 2 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. 2 കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്ക്വയർ റൂട്ടിനകത്ത് 2 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2 6 മൈനസ് 10 എന്ന് വരും. ദാറ്റ് ഈസ് 2 ക്യൂബ് എന്ന് പറയുന്നത് 8 പ്ലസ് 6 14 മൈനസ് 10 എന്നത് 4 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ജസ്റ്റ് എക്സിൻ്റെ പ്ലേസിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നൗ
നമ്മളിതിപ്പോൾ സിംഗിൾ വേരിയബിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഡബിൾ വേരിയബിൾ എക്സ് വൈ എന്നുള്ള ടേംസ് വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലിമിറ്റ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിലെ ലിമിറ്റ് എക്സ് ടെൻ ടു 1 വൈ ടെൻ ടു 2 3x³ y ഡിവൈഡഡ് ബൈ x³ പ്ലസ് y² പ്ലസ് 5. എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെയും വൈയുടെയും പ്ലേസിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തത്. ആദ്യം വൈക്ക് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ഒറ്റ സ്റ്റെപ്പിലാണെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻ ടു 1 വൈ ടെൻ ടു 2 3x³ y ബൈ x³ പ്ലസ് y² പ്ലസ് 5. അതിൻ്റെ പ്ലേസിൽ ആദ്യം ഞാൻ വൈക്ക് 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, y ടെൻ ടു 2 എന്ന് പറഞ്ഞപ്പോൾ വൈയുടെ പ്ലേസിൽ 2 കൊടുത്തു. അപ്പോൾ 3x³ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ x³ പ്ലസ് 2² പ്ലസ് 5 എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു 2 6x³ ബൈ x³ പ്ലസ് 4 പ്ലസ് 5 ദാറ്റ് ഈസ് 9. അപ്പോൾ അങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻ ടു 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 9 ദാറ്റ് ഈസ് 10. 6/10 എന്ന് വരും. അതൊന്നുകൂടെ ചെറുതാക്കിയാൽ 3/5 എന്ന് കിട്ടും. അതാണ് ലിമിറ്റ് ഇൻ ദ കേസ് ഓഫ് 2 വേരിയബിൾസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി y ടെൻ ടു 2 xy പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ x² പ്ലസ് y². അതാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് എഴുതി. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി y ടെൻ ടു 2 xy പ്ലസ് 3 ഡിവൈഡ് ബൈ x² പ്ലസ് y² ഈക്വൽ ടു. അപ്പോൾ ഞാൻ ഏത് വാല്യൂ ആദ്യം കൊടുക്കേണ്ടത്? y ടെൻ ടു 2 ആണ് ആദ്യം കൊടുക്കേണ്ടത്. y ടെൻ ടു 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ വൈയുടെ പ്ലേസിലെല്ലാം 2 കൊടുക്കുക. x ഇൻറ്റു 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ x² പ്ലസ് 2² എന്ന് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4 ആക്കിയത്. ഇനി നോക്കുക, ലിമിറ്റ് എക്സ് ടെൻ ടു 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ എക്സ് ഔട്ട് സൈഡ് എടുക്കും. ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ഇൻറ്റു 2 പ്ലസ് 3/x എന്ന് വരും. ഡിനോമിനേറ്ററിൽ നമ്മളൊരു x² കോമൺ എടുക്കും. x² കോമൺ എടുത്താൽ x² ഇൻറ്റു 1 പ്ലസ് 4/x² എന്ന് വരും. ഇനി നോക്കി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഏത് ഫാക്ടറാണ് ഉള്ളത്? എക്സ് എന്നുള്ള ഫാക്ടർ ഉണ്ട്. സോ എക്സ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മാത്രമായിട്ട് മാറും. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി, ഇത് നമ്മൾ ഇൻഫിനിറ്റി വാല്യൂ അപ്ലൈ ചെയ്യണ വരെ ഇത് എഴുതിക്കൊണ്ടിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 2 പ്ലസ് 3/x ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് 4/x² എന്ന് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 പ്ലസ് 3/infinity then whole divided by then infinity into 1 plus 4/infinity square. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1/infinityയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 പ്ലസ് 0 ഹോൾ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഇൻറ്റു 1 പ്ലസ് ഇത് 4/infinity സ്ക്വയർ ആണ്. 4/infinity സ്ക്വയർ എന്ന് പറയുന്നത് അത് 0 ആണ്. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന ഫോം വരും അല്ലേ. 1/infinity 0 ആയതുകൊണ്ട് ഇവിടെ 2/infinity എന്ന് പറയുന്നതും 0 തന്നെയാണ്. സോ അത് ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് 3 മാർക്കിനൊക്കെ വേണേൽ ചോദിക്കാം കേട്ടോ. ഇതുപോലത്തെ ഫംഗ്ഷൻസ് തന്നിട്ട് ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കണ്ടിന്യൂറ്റി. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഡെഫിനിഷനാണ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് x0 y0 ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫൈൻഡ് അറ്റ് x0 y0. ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ x0 y0 എന്നുള്ള പോയിന്റിൽ ഡിഫൈൻഡ് ആയിരിക്കണം ആദ്യം. ദെൻ ലിമിറ്റ് എക്സ് വൈ ടെൻ ടു x0 y0 എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ദെൻ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് വൈ ടെൻ ടു x0 y0 എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് x0 y0. ആ ലിമിറ്റിംഗ് വാല്യൂ തന്നെയായിരിക്കണം ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ അങ്ങനെ ഈ 3 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അറ്റ് ദ പോയിൻറ്റ് x0 y0 കണ്ടിന്യൂസ് ആണ്. ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണുള്ള കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മളൊരു സെറ്റ് ഫുൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഡൊമൈൻ ഡി എന്നുള്ള ഡൊമൈൻ ഫുൾ എടുക്കുകയാണെങ്കിൽ ആ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ the function, we can say that the function is continuous at every point in the domain D, or we can say
ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ഡൊമൈൻ ഡി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. അതായത് അതിൽ ബ്രേക്ക് വരാൻ പാടില്ല. ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്തൊന്നും പോകാൻ പാടില്ല. അങ്ങനെ വരുന്ന ഗ്രാഫുകൾ മാത്രമായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും നമുക്ക് ചെയ്യാനുണ്ട്. ഈ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ അത് ഞാൻ പിന്നെ പറയാം. അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഇതാണ്. ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. If for a given epsilon greater than 0, there exists a real number delta greater than 0 such that mod f of xy minus f of x naught y naught is less than epsilon whenever square root of x minus x naught all square plus y minus y naught all square is less than delta. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ തരും, അത് കണ്ടിന്യൂസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഒരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫൈൻഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ ലിമിറ്റ് എക്സ് വൈ ടെൻ ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യണം. ബട്ട് തേർഡ് കണ്ടീഷൻ നോക്കിയേ, ലിമിറ്റ് എക്സ് വൈ ടെൻ ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഫംഗ്ഷൻ്റെ വാല്യൂ തന്നെ ആവണമെന്ന് ഇല്ല. അങ്ങനെ അല്ല എങ്കിൽ എന്താണ്, ആ കണ്ടിന്യൂറ്റിനെ വിളിക്കുന്ന പേരാണ് റിമൂവബിൾ കണ്ടിന്യൂറ്റി. ദാറ്റ് ഈസ് ദെൻ ദ ഫംഗ്ഷൻ ഹാവ് എ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി അല്ല, റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളോട് ഒരു ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ അങ്ങനെ ചോദിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2x raised to 4 plus 3y raised to 4 all divided by x square plus y square, where ordered pair xy not equal to 0 0 and function equal to 0 if ordered pair xy equal to 0 0 at origin. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒറിജിനിൽ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെയാണ് തന്നേക്കുന്നത്? ഓർഡർഡ് പെയർ എക്സ് വൈ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സീറോസ് അല്ലാത്ത കേസിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. 2x raised to 4 plus 3y raised to 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി ഓർഡർഡ് പെയർ എക്സ് വൈ എന്നത് 0 0 ആണ്. എക്സ് വൈയുടെ വാല്യൂസ് 0 0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ തന്നേക്കുന്നത്. ആ ഫംഗ്ഷന് ഒറിജിനിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞോളാം. 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്, ഒറിജിനിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ലിമിറ്റ് എക്സ് വൈ ടെൻ ടു എക്സ് നോട്ട് വൈ നോട്ട് 2x raised to 4 plus 3y raised to 4 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ നമ്മൾ ഒറിജിനലാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനിൽ അതേ വാല്യൂ തന്നെ ആയിരിക്കണം ഈ ലിമിറ്റിംഗ് വാല്യൂ എന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം ആർ തീറ്റ എന്ന് പറയുന്നതാണ് അവിടുത്തെ പോളാർ കോർഡിനേറ്റ്. എക്സ് വൈക്ക് പകരം നമ്മൾ ആർ തീറ്റ എന്നുള്ള ടേംസിലേക്ക് അതിനെ മാറ്റി എഴുതും. അവിടെ ആർ എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആ റേഡിയസ് വെക്ടറിൻ്റെ ഡിസ്റ്റൻസിന് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞത് എന്താണ്, പോളാർ കോർഡിനേറ്റിൻ്റെ ടൈമിൽ എഴുതുമ്പോൾ എക്സ് എന്നത് ആർ കോസ് തീറ്റയും വൈ എന്നത് ആർ സൈൻ തീറ്റയും ആയിരിക്കും. ഇനി ഇത് രണ്ട് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കാം. എക്സ് എന്നത് ആർ കോസ് തീറ്റയും വൈ എന്നത് ആർ സൈൻ തീറ്റയുമാണ്. ആർ സ്ക്വയർ എന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിൽ നിന്ന് ആർ എഴുതാലോ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ എക്സ് വൈ ടേംസ് ഉണ്ടല്ലോ, എക്സ് വൈ ടേംസിന് പകരം എന്ത് കൊടുക്കും, ഈ ആർ തീറ്റയുടെ ടേംസിലേക്ക് അതിനെ മാറ്റി എഴുതും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാവും, ലിമിറ്റ് എക്സ് വൈ ടെൻ ടു 0 0. ഏത് പോയിന്റിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, 0 0യിലാണ്. അപ്പോൾ എക്സ് വൈ ടെൻ ടു 0 0 2x raised to 4 plus 3y raised to 4 all divided by x square plus y square that is equal to. ഇനി ഏത് ടൈമിലേക്കാണ് നമ്മൾ മാറ്റുന്നത്, പോളാർ കോർഡിനേറ്റിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കണം, ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ. അപ്പോൾ ഇവിടുത്തെ എക്സ് വൈ എന്താവും, ആറാവും, ആർ ടെൻ ടു 0 ആവും. എക്സ് വൈ ടെൻ ടു 0 0 എന്നുള്ളത് ആർ ടെൻ ടു 0 ആവും.
എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വരിക അടുത്ത സ്റ്റെപ്പിൽ. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്യുക. ആറിൻ്റെ പ്ലേസിൽ ആ വാല്യൂ ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആറിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മുമ്പേ ലിമിറ്റ് കണ്ടുപിടിച്ച പോലെ തന്നെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്കും എന്താ വരുന്നത്, ഇതിൽ r⁴ cos⁴ തീറ്റ, ദെൻ 3r⁴ sin⁴ തീറ്റ എന്ന് വരും, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നോക്കുക, കോമൺ ആയിട്ട് ഏതെങ്കിലും ടേംസ് ഉണ്ടോ? ആർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്നും ഒരു ആർ സ്ക്വയർ കോമൺ എടുക്കുക. ആർ സ്ക്വയർ കോമൺ എടുത്താൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആർ സ്ക്വയർ ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം, 2r² cos⁴ തീറ്റ പ്ലസ് 3r² sin⁴ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നോക്കുക, കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ആർ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇവിടെ താഴെയും ഡിനോമിനേറ്ററിലും ആർ സ്ക്വയർ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 2r² cos⁴ തീറ്റ പ്ലസ് 3r² sin⁴ തീറ്റ എന്ന് കിട്ടും. ഇനി എന്താണ്, ലിമിറ്റിംഗ് വാല്യൂ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ആറിൻ്റെ വാല്യൂ 0, ഇനി ക്യാൻസൽ ചെയ്യാനൊന്നുമില്ലല്ലോ, അപ്പോൾ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ എന്താണ്, 0യോട് ടെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റിംഗ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 കൊടുത്താൽ എന്ത് വരും, രണ്ട് ടേമിലും 6 ഉണ്ട്, അപ്പോൾ എന്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായി പൊക്കോളും, 0 ആയിട്ട് പൊക്കോളും. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഒറിജിനിൽ അല്ലെങ്കിൽ xy എന്നത് 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരുന്നു, 0 ആണ്. ആ ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ 0 ആണ് കിട്ടി. ആ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, 0 തന്നെയാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണ്. അറ്റ് ദ ഒറിജിൻ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്, മൂന്നാമത്തെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കിയാൽ മതി. കാരണം ഡിഫൈൻഡ് ആണ്, ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആ രണ്ട് ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മാത്രം മതി ഇതിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് f(x(y). ഫംഗ്ഷൻ തന്നേക്കുന്നത് എന്താണ്, x മൈനസ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ x² പ്ലസ് വൈ സ്ക്വയർ ആൻഡ് അറ്റ് xy നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു 0 അറ്റ് xy ഈക്വൽ ടു 0. അപ്പോൾ ഒറിജിനൽ x 0 ആവുന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0യും x 0 അല്ല എങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ x മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ x² പ്ലസ് വൈ സ്ക്വയർ ആണ്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഡിനോമിനേറ്ററും ഇവിടെ നോക്കാം ആദ്യത്തെ പോലെയാണോ, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെയും പവേഴ്സ് നോക്കാം. പവേഴ്സ് രണ്ടും എന്താണ്, രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെ പവേഴ്സ് രണ്ടും സെയിം ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ഇതിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാത്ത് ചൂസ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു പാത്ത്, ഇപ്പോൾ y = mx അല്ലെങ്കിൽ x = yx അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്യുക. ആ പാത്തിലൂടെ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് y = mx ആണ്. y = mx ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പാകത്തിനുള്ള രീതിയിലാണ് പാത്ത് ചൂസ് ചെയ്യേണ്ടത്. കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് y = mx എന്നുള്ള പാത്താണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷൻ എടുത്ത് എഴുതുക. ലിമിറ്റ് xy → 0 അപ്പോൾ അതാണ് നമുക്ക് ഒറിജിനലാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ലിമിറ്റ് xy → 0 x മൈനസ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ x² പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്താ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ എടുത്ത പാത്ത് ഏതാണ്, y = mx എന്നുള്ള പാത്താണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കും, mx എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ലിമിറ്റ് xy → 0 x മൈനസ് വൈയുടെ പ്ലേസിൽ mx കൊടുക്കും ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ x² പ്ലസ് വൈയുടെ പ്ലേസിൽ mx കൊടുക്കും mx ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഈ ടേമിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. അറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള എന്തെങ്കിലും ടേംസ് മുകളിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി നമുക്ക് നോക്കിയാൽ ഒരു മുകളിലും താഴെയും ഒരു x² ടേംസ് ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം അതെങ്ങനെ എടുക്കണം, ഈ ടേമിൽ നിന്ന് എക്സിനെ ഔട്ട് സൈഡ് എടുക്കുക. ശരിക്കും എക്സിനെ ഇതിൽ നിന്ന് ഔട്ട് സൈഡ് എടുത്താൽ ഇത് ഇവിടെ ഓൾ സ്ക്വയർ ഉള്ള കാരണം ആക്ച്വലി ഇത് x² ആയിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ x² ഇൻറ്റു ഇവിടെ നിന്ന് ശരിക്കും എക്സേ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇവിടെ സ്ക്വയർ കിടക്കുന്ന കാരണമാണ് ഇവിടെ x² എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം എക്സ് വെളിയിലേക്ക് എടുത്താൽ ഇവിടെ എന്താ കോമൺ വരുന്നത്, ഇവിടെ 1 വരുള്ളൂ. 1 മൈനസ് ഇവിടെ ബാക്കി വരുന്നത് m.
1 മൈനസ് എം പിന്നെ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി താഴെ എന്ത് രണ്ടിലും എന്താ കോമൺ ആയിട്ടുള്ളത്? എക്സ് സ്ക്വയർ ഉണ്ട്. സോ എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ 1 വരും പ്ലസ് ഇവിടെ ഒരു എം സ്ക്വയറും വരും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിലെ ആ എക്സ് സ്ക്വയർ എന്താ വന്നിങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. എക്സിനെയാണ് ഔട്ട് സൈഡ് എടുത്തത്, പക്ഷേ ഇവിടെ ഹോൾ സ്ക്വയർ ഉള്ള കാരണമാണ് നമ്മളിവിടെ എക്സ് സ്ക്വയർ എന്ന് എഴുതിയേക്കുന്നത്. ഇനി ന്യൂമറേറ്റർ നോക്കൂ. ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എക്സ് സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വരിക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് എം സ്ക്വയർ ബൈ 1 പ്ലസ് എം സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ലിമിറ്റ് എക്സ് വൈ ടെൻ ടു 0 ഫംഗ്ഷൻ എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇവിടെ ലിമിറ്റ് എക്സ് വൈ ടെൻ ടു 0 1 മൈനസ് എം ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് എം ഹോൾ സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ എക്സ് വൈ ടേംസ് ഉണ്ടോ? ഇല്ല. ഇത് പ്യുവർലി ഇത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എം എന്നുള്ള വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എം എന്നുള്ള വാല്യൂവിനെയാണ് ഈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എമ്മിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂവിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലേ? അതിനൊരു യുണീക്നെസ് ഇല്ല. അപ്പോൾ എം 1 ആണെങ്കിൽ ഇതിനൊരു വാല്യൂ കിട്ടും, എം 2 ആണെങ്കിൽ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ എമ്മിന് ഏത് വാല്യൂ കൊടുത്താലും ഇതിന് ഒരു ലിമിറ്റിംഗ് വാല്യൂവിന് ഒരു പെർമനൻ്റ് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് 1 മൈനസ് എം ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് എം സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എം. അതായത് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എം എക്സ് എന്നുള്ള ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് എമ്മിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ലിമിറ്റ്സ് കിട്ടും. അതായത് ലിമിറ്റിന് ഒരു യുണീക്നെസ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ പ്രോപ്പർട്ടി എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള ആ കണ്ടീഷനെ സാറ്റിസ്ഫൈഡ് അല്ലാതായി. അതുകൊണ്ട് എന്താണ്? അറ്റ് ദ പോയിൻറ്റ് 0 എന്നുള്ള പോയിന്റിൽ അല്ലെങ്കിൽ ഒറിജിനിൽ ആ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0 എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടി. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ. Third question. Discuss the continuity of f of xy. Function തന്നിരിക്കുന്ന sin of x square plus y square all divided by x square plus y square where ordered per xy not equal to 0 then equal to 1 if ordered per xy equal to 0. Show that the function f is continuous at 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചിലപ്പം ചെക്ക് വെദർ എന്ന് ചോദിക്കാം, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് ഒറിജിൻ എന്ന് ചോദിക്കാം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂസ് അറ്റ് 0. അപ്പോൾ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പം ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. തന്നേക്കണ ഫംഗ്ഷൻ നോക്കുക, ഡിഫൈൻഡ് ആണോ നോക്കുക. ഡിഫൈൻഡ് ആണെങ്കിൽ ആ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ എന്നത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ ഞാൻ എടുത്തെഴുതി. ഫംഗ്ഷൻ എന്താണ്? എടുത്തെഴുതി. അപ്പോൾ എക്സ് വൈ എന്നുള്ള പോയിന്റിൽ 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അല്ലാത്ത കേസിലൊക്കെയാണ് ഈ തന്നിരിക്കുന്ന വാല്യൂ. ഇവിടെ നമ്മൾ പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പോളാർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ കോസ് തീറ്റ. അത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആൻഡ് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതറിയാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനും ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട്. എക്സിന് ആർ കോസ് തീറ്റ, വൈക്ക് ആർ സൈൻ തീറ്റ, ആർ സ്ക്വയർ എന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും ഈ 3 വാല്യൂ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് വൈ ടെൻ ടു 0 എങ്ങനെ എഴുതണം? ലിമിറ്റ് എക്സ് വൈ ടെൻ ടു 0 സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നതിനെ എങ്ങനെ എഴുതാം? ഇവിടെ എക്സ് വൈ എന്നുള്ള ടൈമിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? ആർ കൊടുക്കണം. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? എനിക്ക് ആർ സ്ക്വയറിന് കൊടുക്കാം അല്ലേ? ലിമിറ്റ് ആർ ടെൻ ടു 0 സൈൻ ഓഫ് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, താഴെയും ആർ സ്ക്വയറിന് കൊടുക്കാം. ഇനി ഇതിനൊരു വാല്യൂ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് തീറ്റ ടെൻ ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ, ആ ഫോമിലല്ലേ? ലിമിറ്റ് തീറ്റ ടെൻ ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ, ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഓൾവേസ് 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ 1ൻ്റെ പ്ലേസിൽ ഇവിടെ ആർ സ്ക്വയർ ആണ്,
അത് കുഴപ്പമില്ല. ഇവിടെ ആർ സ്ക്വയറിന് പകരം തീറ്റയ്ക്ക് പകരം ഇവിടെ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ലിമിറ്റ് ആർ ടെൻ ടു 0 സൈൻ ഓഫ് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ആ വാല്യൂ കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതും 1 ആണ്, ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നതും 1 തന്നെയാണ് കിട്ടി. അപ്പം രണ്ട് വാല്യൂ സെയിം ആയിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് എന്ന് പറയാം. The limiting value and the functional value are the same. So we can say that the function is continuous at 0. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ പല രീതിയിലുള്ള ഫംഗ്ഷൻ തരും, അത് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ.